പ്രതിജ്ഞ. ഞാൻ അംഗമായുള്ള സഹകരണ സ്ഥാപനത്തിൽ എന്റെയും മറ്റുള്ളവരുടെയും പൊതുവായ നന്മയ്ക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും ചെയ്തു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അവിടെ എത്തിയിട്ടില്ല. ഇതൊക്കെയാണ് ഒരു പരസ്പര വിധാനം. സപ്തഭാഷ നടക്കുന്നത് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സഹകരണ എന്നാൽ ഇന്ത്യയിൽ ദേശീയ സഹകരണ വേദിക്കകത്ത് നവംബർ 14 മുതൽ ഒരാളെയും സ്പർശിച്ചുകൊണ്ട് അതിവിപുല മാതൃകയാകത്തക്ക രീതിയിൽ പ്രതിസന്ധിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കഴിഞ്ഞ ഒരു മാസക്കാലം പടർന്നു പിടിച്ച് കഴിഞ്ഞിരുന്ന ഘട്ടം. വാരാഘോഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ ഒരു ജില്ലയുടെ ആകെ സഹകരണ മേഖല നിൽക്കുന്ന ഉദ്ഘാടന ചടങ്ങാനം അതുപോലെ തന്നെ സഹകരിക്കുകയാണ്. ഈ പരിപാടി അവസാനം പങ്കെടുക്കുന്നതിനു വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സഹകരണ യൂണിയന്റെ സഖാവ് പിണറായി വിജയൻ, സഹകരണ വകുപ്പ് മന്ത്രി പരിപാടിയുടെ സഹകരണ പ്രസ്ഥാനം കേരളത്തിൻ്റെ വികസന മേഖലയിൽ സുപ്രധാനമായ പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നാടിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു രംഗത്ത് ഫലപ്രദമായി ഇടപെടാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിരുന്നു. അത് കുണ്ടിക രംഗത്താണ്. ഇവിടെ വൻതോതിൽ കുണ്ടിക ഇടപാടുകൾ പഴയ കാലത്ത് നടന്നിരുന്നു. എന്നാൽ അതിന് അറുതി വരുത്തിയത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലിലൂടെയാണ്. സഹകരണ പ്രസ്ഥാനവുമായി ജനങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് പഴയകാല സഹകാരികൾ എന്ന് പറയുമ്പോൾ അവരിൽ പലരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ കൂടിയായവരായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളടക്കം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പടുത്തുയർന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ ഒരു ജനങ്ങളോടുള്ള പ്രതിബദ്ധത വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം സഹകരണ മേഖലയുമായി ബന്ധിപ്പിക്കാൻ കൃഷിക്കാരെ വീടുകളിൽ പോയി കണ്ട് അവരെ സഹകരണ രംഗവുമായി ബന്ധിപ്പിച്ചത് പഴയ ഐക്യനാണയ സംഘത്തിൻ്റെ കാലം മുതൽക്കുള്ള പ്രവർത്തനങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ കുണ്ടിക പ്രസ്ഥാനം തന്നെ അവസാനിപ്പിക്കുന്നതിന്
സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞത്. എന്നാൽ ഈ ഒരു അവസ്ഥ, സഹകരണ മേഖല ഇത്തരത്തിൽ ഇടപെട്ടത്, അത് വേണ്ടത്ര നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിയും വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. അതിന് കാരണം വിശ്വാസ്യതയാണ്. ജനങ്ങളിൽ വലിയ തോതിലുള്ള വിശ്വാസ്യത സഹകരണ പ്രസ്ഥാനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശ്വാസ്യതയോടെയാണ് സഹകരണ പ്രസ്ഥാനത്തെ ജനങ്ങൾ സമീപിക്കുന്നത്. വളരെ വിപുലമായ ഒരു പ്രസ്ഥാനം നല്ല യശസ്സോടെ തന്നെ എല്ലാ ഘട്ടത്തിലും നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായ സഹകാരികൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾ, ഇതെല്ലാം കൂടിയാണ് കേരളത്തിലെ സഹകരണ മേഖലയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയെടുത്തിട്ടുള്ളത്. ഇവിടെ സഹകരണ മേഖല പല രംഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ സഹകരണ രംഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയില്ല. സഹകരണ വകുപ്പ് പ്രത്യേകമുണ്ടെങ്കിലും വിവിധ വകുപ്പുകൾക്ക് കീഴിൽ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം, ഒരു സംശയവുമില്ല, രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ തന്നെയാണ്. അപ്പോൾ സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ ഏറ്റവും ക്രീമായ ഭാഗം. ഈ മേഖല നല്ലതുപോലെ തൊഴിലും നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ സഹകരണ രജിസ്ട്രാറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എടുത്താൽ തന്നെ 1